ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ്. ഇന്ത്യയിലെ സുന്ദരമായിട്ടുള്ള 10 ഗ്രാമങ്ങളിൽ ഇടം പിടിച്ച പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ ഹൈപ്പവർ ഗ്യാങ്ങിലെ സ്വദേശത്തും വിദേശത്തുമുള്ള പ്രിയ സുഹൃത്തുക്കളുമൊത്ത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടെ ഗ്രാമഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ യാത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും ഷെയറും ആ ബെൽ ബട്ടനും കൂടി നമുക്ക്. അപ്പം നമുക്ക് നേരെ കൊല്ലങ്കോട്ടേക്ക് പോകാം. മാസങ്ങൾക്ക് മുമ്പ് കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് വേനൽക്കാലത്താണ് യാത്രയെങ്കിൽ ഇന്ന് മഴക്കാലത്താണ് നമ്മുടെ യാത്ര. കൊല്ലങ്കോടിൻ്റെ മഴക്കാല കാഴ്ചകൾ അതിമനോഹരമാണ്. കളേഴ്സ് ഓഫ് ഭാരത് എന്ന സാമൂഹിക മാധ്യമ പേജ് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്ത് അവയുടെ ചിത്രങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ചു. ഹിമാചൽ പ്രദേശിലെ കൽപ്പക്കായിരുന്നു അതിൽ ഒന്നാമത്. മേഘാലയയിലെ മൗലിനോങ്, കേരളത്തിലെ പാലക്കാട്ടുള്ള കൊല്ലങ്കോട്, തമിഴ്നാട്ടിലെ മാത്തൂർ, കർണാടകയിലെ വാരങ്ങ, ബംഗാളിലെ ഗോർഗേകോല, ഒഡീഷയിലെ ജിറാങ്, അരുണാചൽ പ്രദേശിലെ സീറോ, ഉത്തരാഖണ്ഡിലെ മാന, രാജസ്ഥാനിലെ ഹിംസാർ എന്നിവയായിരുന്നു മറ്റു ഗ്രാമങ്ങൾ. അങ്ങനെ നമ്മൾ കൊല്ലങ്കോട്ടുള്ള വളരെയധികം ഫേമസ് ആയ വൈറലായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. പഴമ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ചായക്കട. ഇഡ്ഡലിയും വടയും സാമ്പാറും ചട്ടിനിയും ചമ്മന്തിപ്പൊടിയുമാണ് ഇവിടുത്തെ ഇഷ്ടപ്പെട്ട വിഭവം. ഇതാണ് കൊല്ലങ്കോട്ടെ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. ഒരു ആൽമര കൂടാരം. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിശാലമായ ചിറയുടെ അടുത്ത് അതിലും വിശാലമായി പരന്നു കിടക്കുന്ന ആൽമരക്കൂട്ടങ്ങൾ, പരത്തിയിടുന്ന നിഴൽ രൂപങ്ങൾ നമുക്ക് വളരെയധികം തണുപ്പ് നൽകുന്നു. ആരാധന നടക്കുന്നിടമാണിവിടെ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ആടുകളെ ബലി കൊടുത്തിരുന്നു. ഇന്ന് ഇവിടെ കോഴികളെ മാത്രമേ ബലി കൊടുക്കുന്നുള്ളൂ. ആലിൻചുവട്ടിലെ ആ ദൈവത്തിനു മുന്നിൽ ഇഷ്ടകാര്യ സാധ്യത്തിനായുള്ള കാണിക്കകൾ നിരന്നിരിക്കുന്നുണ്ട്. അതിൽ വീടുകളും തൊട്ടിലുകളും ചെറുരൂപങ്ങളുമാണ് കൂടുതൽ. സകുടുംബമായിട്ടാണ് ആളുകൾ എത്തുന്നത്. അവിടെ ആഹാരം പാകം ചെയ്ത് കഴിച്ച് അവർ തിരികെ പോകുന്നു.
കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി എത്ര കണ്ടാലും കൊതി തീരാത്ത ഒരു കാഴ്ച തന്നെയാണ്. കളേഴ്സ് ഓഫ് ഭാരത് എന്ന സാമൂഹിക മാധ്യമ പേജിൽ മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ആ ട്വീറ്റ് പങ്കുവച്ചതോടെ കളേഴ്സ് ഓഫ് ഭാരതത്തിൻ്റെ ട്വീറ്റ് വൈറലായി. ഈ പട്ടികയിൽ കേരളത്തിൻ്റെ അഭിമാനമായ കൊല്ലങ്കോടും സമീപ ഗ്രാമങ്ങളും ഉൾപ്പെട്ടതിൽ മലയാളികളായ നമുക്ക് അഭിമാനിക്കാം. ഇവിടെയാണ് കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി ആസ്വദിക്കാനുള്ള അതിമനോഹരമായിട്ടുള്ള മറ്റൊരിടം. നെല്ലിയമ്പതി മലനിരകൾ ആകാശം മുട്ടി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നിന്നാൽ കാണാം. ഇതാണ് കളപ്പുര. കൊയ്ത്തു കഴിഞ്ഞ് നെല്ല് ശേഖരിച്ചു വച്ചിരുന്ന ഒരിടമാണ് കളപ്പുര. പഴമ നിലനിർത്തിക്കൊണ്ട് ഇത് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഈ കളപ്പുര കാണാൻ വേണ്ടി ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. കളപ്പുരയുടെ തൊട്ടടുത്തായി ഒരു ഊട്ടുപുരയുമുണ്ട്. കുറഞ്ഞ നിരക്കിൽ സ്വാദിഷ്ടമായ ഭക്ഷണം ഇവിടെ നിന്നും കിട്ടും. കൊല്ലങ്കോട്ടെ ഗ്രാമീണ ഈ ഭംഗി തന്നെയാണ് കളേഴ്സ് ഓഫ് ഭാരത് എന്ന സാമൂഹിക മാധ്യമ പേജിൽ ഇടം പിടിക്കാനുള്ള കാരണവും. കൊല്ലങ്കോട്ടെ പാടവരമ്പിലൂടെ ഒരു യാത്ര, അത് മനസ്സിന് കുളിരേകുന്ന ഒരു അനുഭൂതിയാണ്. അത്രയും ഭംഗിയാണ് ഈ പാടശേഖരത്തിൽ. നെൽവയലുകളുടെ പച്ചപ്പരപ്പ്, പാടവരമ്പുകളിൽ പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും, ഓലമേഞ്ഞ പുരകൾ, ഇല്ലിയും പൂച്ചെടികളും കൊണ്ട് തീർത്ത വേലിക്കെട്ട്, ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകളും. ഇതാണ് കൊല്ലങ്കോട് എന്ന ഗ്രാമത്തെ സുന്ദരിയാക്കി മാറ്റുന്നത്. ഇന്നലകളിലെ കേരളത്തിൻ്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാടൻ ഗ്രാമഭംഗിയെ വീണ്ടും വാർത്തകളിൽ നിറച്ചു. കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്നു, വെയിൽ പതിയെ മായുകയാണ്. ഇനി മഴക്കാല കാഴ്ചകളിലേക്ക്. മഴക്കാലത്ത് കൊല്ലങ്കോട് അതീവ സുന്ദരിയായി മാറുമെന്ന് കേട്ടിട്ടുണ്ട്. മഴക്കാല കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊല്ലങ്കോട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗിയും മഴക്കാല കാഴ്ചയും കണ്ട് ഇനി പാലക്കാടിൻ്റെ മറ്റൊരു കാഴ്ചയിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ വെയിറ്റ്.